ഹലോ ഫാമിലി, സാറയാണ്. ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ഈ നിഴലടിക്കുന്ന സാരി എന്നൊക്കെ പറയും, അതെങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഉടുത്തിട്ട് പോകാമെന്നോ. ചില ആൾക്കാർക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് അങ്ങ് കാണുന്നതിനോട് വലിയ യോജിപ്പില്ല. എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നാട്ടുകാർ പറയുന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് സാരി ഉടുത്ത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് സാരിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 2-3 കുട്ടികൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ സാരിക്ക് ഭയങ്കര വിലക്കുറവാണ്, അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ എടുത്തതാണ്, പക്ഷേ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, ഉടുക്കാൻ പറ്റുന്നില്ല, എങ്ങനെ ചേച്ചിയുടെ ഉടുത്തിട്ടൊന്നും കാണുന്നില്ലല്ലോ അധികം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സാരിയുടെ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ സാരി ഉണ്ടല്ലോ, ഇമ്മാനുവൽ സിൽക്സ് തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 15 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടിട്ട് ഈ സാരിക്ക്. പിന്നീട് ഞാൻ ഇതുപോലത്തെ ഒരു സാരി കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും. കാറ്റലോഗിൽ വന്നതാണ്, ഒരു സാരിയാണ് വന്നത്. അപ്പോൾ ആ സാരി ആ സമയത്ത് ഇതിന് 7000 രൂപയൊക്കെ ആയിട്ടോ. അന്ന് ഞാൻ എടുത്തതാണേ. ദേ ഇപ്പൊ ഈ കാണിക്കുന്ന മാക്കിന്റെ ഒരു സംഭവം കണ്ടോ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് പുട്ടിയായിട്ട് കൂട്ടാട്ടോ. ദേ ഈ മൂക്കിന്റെ അവിടെയൊക്കെ ഞാൻ തേച്ച് വെക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഗ്ലോ വരുത്തുന്നതാണ്. ഇതിനെയൊക്കെ നമുക്ക് പുട്ടി എന്ന കാറ്റഗറിയിൽ കൂട്ടാം. കുറച്ച് പുട്ടിയൊക്കെ വല്ലപ്പോഴും ആവാലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് കണ്ടിട്ടുള്ളതാണ്, കണ്ണെഴുതുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും ബാക്കിയെല്ലാം ഓൾറെഡി ഞാൻ ഇട്ടു. എപ്പോഴും അത് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മൾ എന്ത് സാരിയും ഉടുക്കുന്നതിൻ്റെ കോൺഫിഡൻസ് നമ്മുടെ മുഖത്തുണ്ടാവും. അതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, നമ്മളത് വളരെ സന്തോഷത്തോടെ, കുറച്ച് പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതും, അവരെല്ലാവരും വെറുപ്പ് സമ്പാദിച്ചിറങ്ങുന്നതും ഫേസിലൊക്കെ കാണും കേട്ടോ. ചിലവർ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ നമ്മൾ നിൽക്കണം എന്നുള്ളത് നമ്മളുടെ മനസ്സിൻ്റെ ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിപ്പൊട്ടൊക്കെ തൊട്ട്, ഞാൻ ഈ പൊട്ട തന്നെ കേട്ടോ തൊടാറുള്ളത്. ഞാനിപ്പോൾ മുടി കെട്ടി വെച്ചത് കണ്ടായിരുന്നു. എൻ്റെ മുടി കിടക്കണ നോക്കി, നല്ല ചെറുതായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കണണ്ട. അങ്ങനെ മുടി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം നമ്മൾ ഈ മുടി എല്ലാം കൂടി നന്നായിട്ട് കോംബ് ചെയ്ത് മേളിലേക്ക്, ഇത് കണ്ടോ ഇങ്ങനെ ചുരുട്ടി കെട്ടുന്നത് കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് കോംബ് ചെയ്യണം, നന്നായിട്ട് ചീകണം. ചീകിയിട്ട് കുനിഞ്ഞിന്നിട്ട് വേണം ചീകണം. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ബുഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ കെട്ടിയിട്ടില്ല കേട്ടോ, ഞാനിത് സാരി ഉടുക്കണേക്കുമ്പോൾ മേളിൽ വെറുതെ കെട്ടിയതാണേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നൂത്തണം. നോർമലി നമ്മളിവിടെ പിന്നൂത്തണം വരെ ഷോൾഡറിൽ പിന്നൂത്തുക. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ ഒരു ബോർഡർ ഉള്ളതുകൊണ്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ഇറങ്ങിയാലും ഫ്രണ്ട് പോർഷൻ അങ്ങനെ അധികം കാണത്തില്ല. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ വണ്ണുള്ള ഒരാളായതുകൊണ്ട് എപ്പോഴും വീനെക്കാണ് സെലക്ട് ചെയ്യാറുള്ളത്. വീനെക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വണ്ണം കുറവ് തോന്നും. അപ്പം ഞാൻ വീനെക്കാണ് മിക്കവാറും ബ്ലൗസിന് സെലക്ട് ചെയ്യാറുള്ളത്. വൈഡ് നെക്കാണെങ്കിലും മാക്സിമം 6.5 ഇറക്കം, വീനെക്കാണെങ്കിൽ 7, അത്രയും ഇറക്കാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം കാണണ്ട, നമുക്കധികം നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു സ്റ്റാർട്ടിങ് ഏരിയ ഒക്കെ കാണണ്ട എന്നുള്ളവർ വീനെക്കാണെങ്കിൽ 7 ഇഞ്ച്, അല്ലാത്തവരാണെങ്കിൽ മാക്സിമം 6.25, 6.5 ഇഞ്ച് വരെ ഇറക്കിയാൽ മതി. അപ്പോൾ അത് കംഫർട്ടായിട്ടിരിക്കും. അവിടെ ഒരു ബോർഡർ ഇല്ല, നിഴലടിക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ജോർജറ്റ് സാരി ആണെങ്കിലും ധൈര്യത്തോടെ ഉടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതേ അന്ന് കഴിഞ്ഞ വീഡിയോ കാണിച്ച വരെ ഞാനങ്ങ് എല്ലാ ഫ്ലീറ്റും കൂടി എടുത്ത് കുത്തി, എൻ്റെ വയറുമൊന്നും കുത്തോളാണ് കേട്ടോ, കുത്തി 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 പ്രാക്ടീസ് ആയതുകൊണ്ടാണ്. ഈ സാരിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഒരു ഫ്ലീറ്റ് മാറ്റിയിട്ട് വേണം കുത്താൻ നല്ലത്. എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വലിച്ചിടുക. ആരും പോയി എൻ്റെ ചേച്ചിയുടെ പൊക്കിള് കണ്ടു, ചേച്ചിയുടെ വയറ് കണ്ടു, അങ്ങനെ ഒന്നും ആ ഒരു കാഴ്ചപ്പാടിൽ ഈ വീഡിയോ കാണണ്ട. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, അമ്മ എന്ന രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതൊന്നും എനിക്ക് വിഷയമല്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. എനിക്ക് വയറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ. എനിക്ക് അത്യാവശ്യം കുറച്ച് വയറൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് വയറില്ല, പക്ഷേ കുറച്ച് വയറൊക്കെ ഉണ്ട്. ഇച്ചിരി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ തന്നെ മാറുകയും ചെയ്യും. കണ്ടോ, ഞാനിപ്പോൾ പിടിച്ച പോലെ നമ്മൾ ഫ്ലീറ്റ്സ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക. നമുക്കിങ്ങനെ പിടിച്ച് നടക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടില്ലെങ്കിൽ ഈ ഫ്ലീറ്റുകൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിന്നൂത്തുക. അപ്പോൾ ചോദിക്കും കാണില്ലേന്ന്. ഈ കവർ ചെയ്ത് നമ്മളെ കൈ പിടിക്കുമ്പോൾ ആ പിന്നു കുത്തിയത് കാണത്തില്ല. അല്ല, നമുക്ക് ദേ ഇതുപോലെ സാരി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ചുരുട്ടിയാണെങ്കിലും കൈ ഇവിടെ നിന്ന് ചത്താൽ പോലും ഞാൻ കൈ ഇവിടെ നിന്ന് മാറ്റില്ല എന്ന് കോൺഫിഡൻ്റ് ഉള്ളവർ ആ കൈ അങ്ങ് പിടിക്കുക. അല്ല, മക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പിന്നിവിടെ കുത്തുന്നത് നല്ലതാണ്. നമ്മൾ ഈ പൊക്കിളുടെ ഭാഗം, ഞാൻ ജസ്റ്റ് പൊക്കിളിന് തൊട്ട് താഴെയാണ് സാരി ഉടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ വേറൊരു പ്രശ്നം തന്നെ ബാക്ക് വശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ മുന്താണി എടുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സാരിയുടെ തല പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കവറായി.
ആ ഒരു ട്രാൻസ്പെറൻസി ഇച്ചിരിയൊക്കെ കാണും. പിന്നെയും അത് നോക്കുന്നവരെ നമ്മൾ കാമപ്രാന്തന്മാർ എന്ന് വിളിച്ചാൽ മതി. എന്നിട്ടും നോക്കുന്നവരെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റപ്പിൽ ഉടുത്ത് നമ്മളെ പാർട്ട്ണറുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് സന്തോഷം. എൻ്റെ മോള് ഉടുത്തിട്ട് ഇതൊന്നും കാണില്ല, അവർക്കൊരു സമാധാനം. അങ്ങനെ നോക്കുന്നവരെട്ടോ. ഞാൻ അങ്ങനെ നോക്കുന്നവരൊന്നുമല്ല. എനിക്കിഷ്ടമുള്ള സാരി എനിക്കിഷ്ടമുള്ളത് ഉടുക്കും. പിന്നെ ഇതേ ഇങ്ങനെയൊക്കെ ഉടുക്കാം കേട്ടോ. നമുക്കൊരു ഫ്ലീറ്റ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കാണാതിരിക്കണമെങ്കിൽ ഇത് പൊത്തിപ്പിടിച്ച് നടക്കുകയും വേണം, എന്നാൽ സ്റ്റൈലായിട്ട് ഉടുക്കുകയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്താണി ഇതിങ്ങനെ ഒന്ന് കയ്യിലൊക്കെ പിടിച്ച് അത് നമ്മൾ സ്റ്റൈൽ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഭയങ്കര മുണ്ടുടുക്കണോരെ അവിടെ പിന്നെ ഇവിടെ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്കിങ്ങനെ ഉടുക്കാൻ പറ്റും. പിന്നെ ഈ ബോർഡർ ഉള്ളതുകൊണ്ടാണ് ഈ കഴുത്തിൻ്റെ അവിടുത്തെ ഒരു വൃത്തിയേട് കാണാത്തെ. അല്ലെങ്കിൽ അവിടെ മറ്റേ എന്താ പറയുക, പ്രാന്തന്മാരെന്ന് തന്നെ പറയത്തുള്ളൂ. സൂം ചെയ്ത് നോക്കുന്ന ചില പ്രാന്തന്മാരുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ അവിടെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളവരോടാണ് ഞാൻ പറഞ്ഞത് ഒരു 6.25 6.5 ഇറക്കം മതി. വീനക്കാണെങ്കിൽ ഒരു 7 വരെ ഇറക്കാം. ഞാനിപ്പോൾ 7 എൻ്റെ ബ്ലൗസിൻ്റെ ഇറക്കം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമുക്ക് ഏത് സാരിയും നമുക്ക് കോട്ടൺ സാരി ആയിക്കോട്ടെ എന്ത് സാരിയും കംഫർട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ബാക്കൊക്കെ അത്യാവശ്യം ഇറക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ട് ഭാഗം ഏത് സമയം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിടണമെന്ന് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഫ്രണ്ട് ഭാഗം അങ്ങനെ ഇറക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഈ കോമ്പ് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി ഇതിനെന്താ പേര്? സത്യത്തിൽ എനിക്ക് പേരറിയത്തില്ലടാ. ആമസോണിൽ വല്ലതൊക്കെ കോമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ടൈപ്പ് കോമ്പ് ഒരെണ്ണം വന്ന് പെടും. അപ്പോൾ വെഗയുടെയൊക്കെ കോമ്പ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു 150-200 റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സാരി ബ്ലാക്കാണ്. ബ്ലാക്ക് എൻ്റെ ഫേവററ്റ് ആണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ബ്ലാക്ക് ഇടുന്നതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിതൊന്ന് ഉടുത്ത് കാണിക്കണം എന്നാണ് കരുതിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും എൻ്റെ ബ്ലൗസ് ലൂസാണല്ലോ ചേച്ചി അവിടെയൊക്കെ. ഞാനിങ്ങനെ ബ്ലൗസ് ഭയങ്കര ടൈറ്റ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലാതെ സ്റ്റിച്ചിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ.